പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ വെള്ളിയാഴ്ച കർത്താവിൻ്റെ വലിയൊരു അഭിഷേകം, പ്രത്യേകിച്ച് ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ പീഡാസഹനങ്ങളെ ഓർത്ത് ധ്യാനിക്കുക. പ്രത്യേകിച്ച് കുരിശിൻ്റെ വഴിയിലൊക്കെ ഈ 14 സ്ഥലങ്ങളിൽ ചെയ്യുന്നത് സഹോദരങ്ങൾ, ഈശോയുടെ പീഡാസഹനങ്ങൾ, ആ രംഗങ്ങളെ ഓർത്ത് ധ്യാനിക്കുന്നത് 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ചാട്ടവാറടി ഏൽക്കുന്നതിനേക്കാളും സ്വർഗം ആനന്ദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളതിന് ധ്യാനിച്ച് ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നു, ചമ്മട്ടിയടി ഏൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ശരിക്കത് മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആയി തീരും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് യെശയ്യാ പ്രവചനം 53:6. അവിടെ വചനം പറയാണ്, ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി, എന്നാലും കർത്താവ് നമ്മുടെ പാപങ്ങൾ അവൻ്റെ മേൽ ചുമത്തി. കർത്താവ് അവൻ്റെ ആടുകളെ പോലെ വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. പ്രിയ സഹോദരങ്ങളെ, ഇത് ശരിക്ക് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ഒരു ആത്മശോധന ചെയ്യുമ്പോൾ എത്രയോ ശരിയാണല്ലേ. തോന്നിയ പോലെ തോന്നിവാസം ജീവിക്കുക, തോന്നിയ പോലെ നടക്കുക. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി, എന്നിട്ട് ആ ഭാരങ്ങളെല്ലാം യേശു കർത്താവിൻ്റെ സന്നിധിയിലെ പിതാവായ ദൈവം ഇറക്കി വെച്ചു. ഇത് ഒരു യെശയ്യാ പ്രവചനമാണ്, ഐസയാ പ്രോഫസി. ക്രിസ്തു സംഭവത്തിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് യെശയ്യാ പ്രവചനത്തിലൂടെ ഇത് സ്വർഗം പ്രവചിക്കുകയാണ്. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി, സ്വന്തം വഴിക്ക് തോന്നിയാസം പ്രവർത്തിച്ച് നടന്നു. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ വെള്ളിയാഴ്ച ദിനത്തിലെ സ്വർഗം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു കുരിശിൻ്റെ വഴിക്ക് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് തിരിച്ചുവരവിൻ്റെ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, വചനത്തിൻ്റെ അധികാരത്തിൽ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു. എപ്പോഴും എന്നേക്കും. ആമേൻ.